ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ടീച്ചേഴ്സ് ക്ലബ് PSC സ്വാഗതം. ഓക്കെ, ഒരു അപ്ഡേറ്റ്സ്, അതായത് RRB ടീച്ചർ എക്സാമിന് അപ്ലൈ ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റെയിൽവേയുടെ ഭാഗത്ത് നിന്നുള്ള അപ്ഡേറ്റ്സ് ആണ്. സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ നമ്പർ 7/2024, റിക്രൂട്ട്മെന്റ് ഓഫ് ഏരിയ പോസ്റ്റ് ഓഫ് മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ്. ഓക്കെ, അതായത് നോട്ടീസ് ഓൺ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നതാണ്. ഇതിനകം തന്നെ പലർക്കും മെസ്സേജസ് നിങ്ങൾ അതിൽ കൊടുത്ത രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഇമെയിലിൽ വന്നിട്ടില്ലാത്തവർ അല്ലെങ്കിൽ മൊബൈലിൽ മെസ്സേജ് വന്നിട്ടില്ലാത്തവർക്ക് നിങ്ങളുടെ ഇമെയിൽ ചെക്ക് ചെയ്യുമ്പോൾ അതിലെ സ്പാം എന്ന് പറയുന്ന ഫോൾഡറിലും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് വൈറ്റ് സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ 7/2024 പബ്ലിഷ്ഡ് ഓൺ 6/1/2025 application were invited for various posts of ministerial and isolated categories. The scrutiny of the applications has been completed and candidates can view status of their applications under provisionally accepted and second rejected. Okay, by logging in their user credentials at www.rrbapply.gov.in. ഓക്കെ, ഇത് നാളെ മുതൽ ഓക്കെ ഈ ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇന്ന് ചാടി കയറി നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല എന്ന് പറയരുത്. ശ്രദ്ധിച്ച് കേൾക്കുക. നാളെ മുതലാണ് നിങ്ങൾക്ക് ഇത് ആക്ടിവേറ്റ് ആവുന്നത്. അപ്പം നാളെ മുതൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നമ്പർ വഴി, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രൊവിഷണലി അക്സെപ്റ്റ്, പലരും പല സമയങ്ങളിലായിട്ട് എന്നോട് വിളിച്ചു ചോദിച്ച കാര്യമാണ് ഈ കാര്യങ്ങള്. അപ്പോൾ നാളെ മുതൽ നിങ്ങൾക്ക് ഈ പറയുന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അഡ്രസ് ഇതാണ്. ഓക്കെ, ഇതാണ് അഡ്രസ്. ഈ അഡ്രസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. റിഗാർഡിംഗ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, SMS ആൻഡ് ഇമെയിൽ will be sent to the candidate's registered mobile number and email ID mentioned in the applications. Okay, while every care has been taken preparing this list of provisionally eligible candidates, RRB reserves the right to rectify any inadvertent error or typographical printing mistakes. Typographical printing mistakes. RRB regards inability to entertain any correspondence from rejected candidates. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റെയിൽവേയുടെ ഭാഗത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, മുമ്പ് നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്ത പോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഓഗസ്റ്റ് വരെയുള്ള റെയിൽവേയുടെ എല്ലാ എക്സാംസും അവർ ഡേറ്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എക്സാം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് നടക്കാൻ പോകുന്നുള്ള കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ ഒരു മെസ്സേജസ് നിങ്ങൾക്ക് നാളെ മുതൽ വന്നു തുടങ്ങും. നിങ്ങളുടെ ഫോം അക്സെപ്റ്റഡ് ആണോ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ കൊടുത്ത ഫോംസുകൾ അക്സെപ്റ്റഡ് ആണോ അതായത് റിജക്റ്റഡ് ആണോ എന്നുള്ളത് നാളെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു മെസ്സേജസ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ, നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേഷൻസ് നാളെ മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ലൈവ് സെക്ഷൻസ് നാളെ മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എല്ലാവരും തന്നിരിക്കുന്ന മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം ഒരുവിധം സെറ്റാക്കി പഠിച്ച് തീർന്നു എന്ന് കരുതുന്നു. ബാക്കി സെക്കൻഡ് പാർട്സിലേക്ക് നമ്മൾ കിടക്കുന്നുണ്ട് നാളെ മുതൽ. നെക്സ്റ്റ് അതിൽ ഇനിയും RRB ടീച്ചറിനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ KVS-ന്റെയും CTET-ന്റെ അഡ്മിഷൻ, CTET-ന്റെയും KVS-ന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജിലൂടെ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ്, അഡ്മിഷന്റെ പ്രോസസ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചോദിക്കാവുന്ന എല്ലാ ബാച്ചിനും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, KVS, CTET, CTET. ഓക്കെ, താങ്ക് യു. അപ്പം ഇതൊന്ന് മനസ്സിൽ വെക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഓക്കെ, ബാക്കി പഠിക്കണമെന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ വിളിച്ചോ, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.